ലോണ് തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി പോവുകയും അതിൽ വിജിലൻസ് കേസെടുക്കുകയും ചെയ്ത ഒരു വാർത്തകൾ ഇന്നലെ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി നിങ്ങളെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തേണ്ട വിഷയമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പ്രസ് മീറ്റ് വിളിച്ചത്. 2015 മേൽപ്പറഞ്ഞ ലോണ് KFCയിൽ നിന്ന് PVR ഡെവലപ്പേഴ്സ് എടുത്തിട്ടുള്ളത്. അതിൽ ഞങ്ങൾ 3 ലോണായിരുന്നു. ലോൺ നമ്പർ 07015 9511 07015 9511. ഈ ലോണ് എടുക്കുന്ന ഡേറ്റ് 8 ഡിസംബർ 2015. അതായത് ഞാൻ MLA ആകുന്നതിന് മുമ്പ്. അത് 1,56,00,000. ആ 1,56,00,000 ആ ലോണ് 2,14,51,501 വച്ച് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡോക്യുമെൻ്റാണ് നിങ്ങൾക്ക് പരിശോധിക്കാം. മറ്റൊരു ലോണ് ഉണ്ടായിരുന്നത് 2015 ഡിസംബറിൽ തന്നെ 3,05,00,000. 3,05,00,000. അതിൽ ഇന്നേ വരെ 2,14,76,968 എമൗണ്ട് അടച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്റ്റും രേഖകളുമാണ്. അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. മൂന്നാമത്തെ ലോണ് എന്ന് പറയുന്നത് ലോൺ നമ്പർ 017511 4,90,00,000. അതിലേക്ക് 1,62,50,746 അടച്ചിട്ടുണ്ട്. അതിൻ്റെ റെസീറ്റും KFCൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇതൊക്കെ. ഇതിൽ വിഷയം എവിടെ വരുന്നതെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ മാർച്ചിൽ KFC 1 ടൈം സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ എല്ലാവർക്കും ഇവരുടെ കസ്റ്റമേഴ്സിന് കൊടുത്തിരുന്നു. അതിൽ നമ്മളും അപ്ലൈ ചെയ്തു. 1 ടൈം സെറ്റിൽമെൻറ്റ് നമ്മൾ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ആ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്ത അപ്ലിക്കേഷൻ 27/3/2023 KFC എന്ന മറുപടിയാണ്. The corporation has examined your promised settlement proposals for construction PVR developers, both dated 24/3/25, and noted that your offer is significantly low compared to the outstanding balance and the security value. Therefore, you are requested to enhance your proceed further with the settlement. ഈ സെറ്റിൽമെൻറ്റിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ഈ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഇവർക്കൊരു ഫീസ് അടക്കേണ്ടതുണ്ട്. ആ ഫീസിൻ്റെ റെസീറ്റാണിത്. 29,500 രൂപയുടെ ചെക്ക് DD ഇവിടെ HDFC ബാങ്കിൽ നിന്ന് കൊടുത്ത് നമ്മൾ 1 ടൈം സെറ്റിൽമെൻറ്റിന് അപ്ലിക്കേഷൻ കൊടുത്തതിൻ്റെ ഫോമും അതിൻ്റെ മറുപടിയാണ്. ഈ മറുപടിയിൽ അവർ പറഞ്ഞത് നമ്മൾ ഓഫർ ചെയ്ത സംഖ്യ വളരെ കുറഞ്ഞു പോയി. പ്ലീസ് ആൾസോ നോട്ട് ദാറ്റ് നോ കോംപ്രമൈസ് സെറ്റിൽമെൻറ്റ് വിൽ ബി എൻ്റർടൈൻഡ് 29/3/25 as per the prevailing policy. Additionally, as the security purposes are common and connected with the both loans, to release of any part of the security will be considered upon the fulfillment of both loans. അതായത് ഈ 3 ലോണുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർലിങ്ക് ആയി നിൽക്കുന്നതുകൊണ്ട് ഒരു ലോൺ നമ്മൾ ക്ലോസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഒരുമിച്ച് ഇത് സെറ്റിൽ ചെയ്യണമെന്നാണ് KFC ആവശ്യപ്പെട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എമൗണ്ട് പോരാ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ കത്ത് കൊടുത്തു 10th ഏപ്രിൽ KFCക്ക്. അതായത് നമ്മളിപ്പോൾ ഓഫർ ആദ്യം കൊടുത്ത് KFC നിരസിച്ച എമൗണ്ടിനേക്കാളും 10% കൂടി നമ്മൾ കൂട്ടി അടക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. ഇതിന് മറുപടി തന്നിട്ടില്ല. അപ്പം കേരളത്തിൽ KFC അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ കൊടുത്ത ഫസ്റ്റ് ആപ്ലിക്കേഷനൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട്. KFCയുടെ എല്ലാ ലോണീസിനും ഈ പറയുന്ന മേഴ്സി സെറ്റിൽമെൻറ്റ് അവൈലബിലിറ്റി കേരളത്തിൽ ഉടനീളം കൊടുത്തപ്പോഴും ആ മേഴ്സി സെറ്റിൽമെൻറ്റ് കിട്ടാത്ത ഏക വ്യക്തി PV അൻവറാണ്. അതിൻ്റെ കാരണം ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാം.
പിന്നെ തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്താൽ ആദ്യം വിജിലൻസ് ഒരു അന്വേഷണം നടത്തുമല്ലോ. നമ്മളെ വിളിക്കും, ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും, ഈ പരാതിയിൽ വസ്തുത ഉണ്ടോ എന്ന് പരിശോധിക്കും. വസ്തുത ഉണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് സാധാരണ ഈ കേസെടുത്ത് പോലെ. അപ്പം ഇവിടെ അങ്ങനെ ഒരു അന്വേഷണം മുൻകൂട്ടി ഉണ്ടായിട്ടില്ല. ആദ്യം FIR ഇട്ടു. FIRൻ്റെ അടിസ്ഥാനത്തിൽ എന്താ പറയുക, ഇപ്പോൾ അന്വേഷണം നടക്കുന്നു എന്ന വാർത്ത നിങ്ങൾ ഇന്നലെ വാർത്ത കൊടുക്കുമ്പോഴാണ് അറിയുന്നത്. ഇതാണ് ഇതിൻ്റെ വസ്തുത. എടുത്ത എമൗണ്ടിൻ്റെ ഒരു ലോണ് പൂർണ്ണമായും തീർത്തു. 2 ലോണുകളുടെ ഏകദേശം 60, 65, 70% മുതൽ എമൗണ്ട് നമ്മൾ തീർത്ത് നിൽക്കുകയാണ്. ലോണ് ഞാൻ തന്നെ പല ഘട്ടത്തിലും പറഞ്ഞിട്ടില്ലാണ്, ഞാൻ കടക്കാരനാണ്, പല ഘട്ടത്തിലും ഇതാ ജപ്തിയുടെ ഭീഷണിയിലാണെന്നൊക്കെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ നമ്മൾ തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ്. അത്ര തന്നെയാണ് ഇതിൻ്റെ വസ്തുത. അതല്ലാതെ ഇതിൽ വേറെ മാൽ പ്രാക്ടീസ് നടത്തി അധികാരം ഉപയോഗിച്ചെന്നൊക്കെ ഞാൻ അധികാരത്തിൽ വരുന്നതിൻ്റെ 1 കൊല്ലം മുമ്പ് നടന്ന 2015 നടന്ന കാര്യങ്ങളാണ്. ഇത്രയാണ് ഇതിൻ്റെ വസ്തുതകൾ. അത് പൊതുസമൂഹത്തെ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുക എന്ന നിലക്കാണ് നിങ്ങളെ വിളിച്ചത്. അല്ല പരാതി തന്നെ കള്ളത്തരാണ്. പരാതി ലോൺ എമൗണ്ട് ഡീറ്റെയിൽസ് ആണല്ലോ ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ. 7.5 കോടി അങ്ങനെ ലോൺ എടുത്തിട്ടില്ല. ഈ 3 ലോണായിട്ട് എടുത്തതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ ഉള്ളത്. ഒരു പൈസ അടച്ചിട്ടില്ല, അല്ല ഒരു പൈസ അടച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ ഇപ്പോൾ പറഞ്ഞു തന്നത്. അതിലാ പറഞ്ഞപ്പോൾ 3/4 ഭാഗത്തോളം മുതൽക്ക് നമ്മൾ അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ലോൺ അതിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കേ, അത് 1,62,162,50,746. മറ്റൊന്ന് 2,14,76,968. 2,14,76,968. 2,14,76,968. മൂന്നാമത്തത് 2,14,51,501. ഇത്രയും എമൗണ്ടുകൾ അതിലേക്ക് തിരിച്ചടച്ചതാണ്. അതെ അതെ അതെ. ഇതാണ് ഇതിൻ്റെ വസ്തുത. 2018 ലാസ്റ്റ് അടച്ചത്. അതിന് പൈസ അടച്ചിട്ടില്ല. എല്ലാ വരുമാനങ്ങളും ഇങ്ങനെ നിർത്തിയില്ലേ. അതായത് കൃത്യമായി ലോൺ അടച്ചു പോയിട്ട് റിബേറ്റ് കിട്ടിയ ആളാണ് ഞാൻ. അതായത് ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ നമ്മൾ പക്ക അടിച്ചു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ 1%, 1.5% ഒക്കെ ഇവരുടെ സ്കീമുകളുണ്ടാവും. ആ സ്കീമിൽ ഏകദേശം 10-40 ലക്ഷം റുപ്യ ആ സ്കീമിൽ എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്തു. അത്രയും കറക്റ്റായിട്ട് അടച്ചു പോയിരുന്നു. 16 MLA ആവുന്നു, 17 കൂടി വിഷയങ്ങൾ ആരംഭിക്കുന്നു, കച്ചവട ഏർപ്പാടുകൾ നിൽക്കുന്നു. ഇപ്പം നിങ്ങൾ ഈ ഇരിക്കുന്ന ഈ പ്രോപ്പർട്ടിയാണ് ഈ ലോണിൽ നിൽക്കുന്നത്. ഇവിടെ ഈ കാണപ്പെട്ട കഴിഞ്ഞ 1.5, 2, 3 വർഷമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഈ പ്രോപ്പർട്ടികളാണ്. നമുക്ക് പിന്നെ റിപ്ലൈ തന്നിട്ടില്ല. ഇതാ അതിന് ഡേറ്റ് ഉണ്ടല്ലോ. ഡേറ്റഡ് ദിസ് 10th day of April 2025. 29-ാം തീയതിയാണ് അവരെ നിരസിച്ചത്. 11-ാമത്തെ ദിവസം നമ്മൾ 10% കൂടുതൽ അടക്കാൻ തയ്യാറെന്ന് പറഞ്ഞിട്ട് ലെറ്റർ കൊടുത്താണ്. എങ്ങനെ അടച്ചതോ? 3,05,00,000. ഒറ്റ സെക്കൻഡ് 3,05,00,000. ആ 14,76,960 അടച്ചു.
ആ അതുണ്ടായില്ല. ഇത്രയേ ഉള്ളൂ. അതിപ്പോൾ ADGP അജിത് കുമാറിൻ്റെ പേരിൽ ഈ പരാതികൾ മുഴുവൻ കൊടുത്തിട്ട് പലരും അന്വേഷിച്ചിട്ട് കേസുണ്ടെന്ന് പറഞ്ഞ് പൂരം കലക്കലടക്കം കൊടുത്തിട്ട് പോലും FIR ഇടാത്ത വിജിലൻസാണ്. ഏതോ റോഡിൽ കൂടെ പോകുന്ന ഒരു പരാതി കൊണ്ടേ കൊടുത്തു, അപ്പോൾ FIR ഇട്ടിട്ട് അന്വേഷിക്കുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി. അല്ല, കടലാസ് ഉണ്ടല്ലോ. അല്ല, അത് പരാതിക്കാരൻ പറയുന്നത്. അവർ പറയില്ല, രേഖതല്ലേ. അല്ല, അവർ പരാതി കൊടുക്കുമ്പോൾ എന്തെങ്കിലും അതിന് ഒന്ന് പറഞ്ഞിടണമല്ലോ. ഇപ്പം തന്നെ ഒരു പൈസ അടച്ചില്ല എന്ന് പറഞ്ഞതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് 7-8 കോടി റുപ്യ ഇവിടെ അടച്ചതിൻ്റെ കണക്ക് കാണുന്നത്. അത്ര കണ്ടാൽ മതി ഇത്. പിന്നെ ഇതുകൊണ്ടൊക്കെ നമ്മളെ രാഷ്ട്രീയം സമൂഹത്തിന് മുമ്പിൽ എന്താ പറയുക, നമ്മളെ മോശപ്പെടുത്താം എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടാവും. അത് നമുക്ക് നോക്കാം. അതുകൊണ്ടാണ് ഒരു പരാതി വന്നപ്പോൾ, വിജിലൻസ് വന്നപ്പോൾ ഇപ്പോൾ ഇവിടെ പലരും മരുമകനൊക്കെ തന്നെ ഒളിഞ്ഞു നിൽക്കുകയാണല്ലോ, ഒന്നിനും മുന്നോട്ട് വരുന്നില്ലല്ലോ. ഇന്നലെ പരാതി കൊടുത്തു, നിങ്ങൾ വാർത്ത കൊടുത്തു, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ വിളിച്ചു, ഈ രേഖകളടക്കം അതിന് ഇതാണ് വസ്തുത എന്ന് നമുക്ക് പറയുന്നുണ്ടല്ലോ. നമുക്കിതിലൊന്നും ഒളിച്ചു വെക്കാനില്ല. പലിശയും പിഴപ്പലിശയും അടക്കം മുകളിൽ തന്നിരിക്കുന്നത് സെക്കൻഡ്. അതായത് 4,490,263 പ്രിൻസിപ്പൽ. ഒരു ലോൺ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അതിൽ 753, 7.5 കോടിയാണ് യഥാർത്ഥത്തിൽ അടക്കേണ്ടത്. അതിൽ 22,26,10,00,000 ആണ് പലിശയും പലിശയായിട്ട് അവർ പറയുന്നത്. 22,26,22,26,00,000. അവരുടെ കണക്ക് പ്രകാരം അതിലാണിപ്പം ഈ പ്രാവശ്യത്തെ ഈ മാർച്ചിൻ്റെ മുമ്പ് എല്ലാവർക്കും എന്താ പ്രിൻസിപ്പൽ എമൗണ്ട് ബാലൻസ് എത്രയാണോ അതിന് OTS കൊടുത്തു എല്ലാവർക്കും. അതിനാണ് നമ്മൾ OTS കൊടുത്തപ്പോൾ പറ്റില്ല, പോരാന്ന് പറഞ്ഞത്. അതിന് പിന്നെ നമ്മൾ 10% കൂട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞു. അതിലും ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, ഒന്നുമില്ലല്ലോ.